അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമുക്ക് സൂറത്ത് തൗബയിലെ 6-ാമത്തെ ആയത്തെടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله ثم أبلغه مأمنه ذلك بأنهم قوم لا يعلمون. ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇനി മുശ്രിക്കുകളിൽ ആരെങ്കിലും നിന്നോട് അഭയം തേടിയാൽ, വൈൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക്. ഇസ്തജാറ എന്ന് പറഞ്ഞാൽ അഭയം തേടുക. അപ്പോൾ ഈ മുശ്രിക്കുകൾ, ഞാൻ മുകളിൽ പറഞ്ഞ ഈ മുശ്രിക്കുകൾ, കൊല്ലാൻ വരെ കൽപ്പിച്ചിട്ടുള്ള മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളിൽ ആരെങ്കിലും നിന്നോട് അഭയം തേടിയാൽ ഫഅജിർഹു, നീ അവൻ അഭയം നൽകണം. ഹത്താ യസ്മഅ കലാമല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കുന്നത് വരെ, ഖുർആനും ഖുർആനിൻ്റെ ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള അത്രയും സമയം അയാൾക്ക് അനുവദിച്ചു കൊടുക്കണം. അത്രയും കാലം അയാൾക്ക് അഭയം നൽകണം. എന്നിട്ടത് കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം? അയാളോട് കലിമെല്ലാം പറയാനാണോ ഖുർആൻ പറയുന്നത്, അതോ അയാളെ കൊന്നുകളയാണോ? ഖുർആൻ അത് രണ്ടും പറയില്ല എന്നുള്ളതാണ് വസ്തുത. ഖുർആൻ പറഞ്ഞാൽ എന്താണ്? സുമ്മ അബ്ലിഗുഹു മഅ്മനഹു, പിന്നെ അയാളുടെ സുരക്ഷിത സ്ഥാനത്ത് അയാൾ എത്തിച്ചു കൊടുക്കണമെന്ന. എന്താണ് കാരണം? ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ, അവർ അറിയാത്ത ജനതയാണ് എന്നതാണ് കാരണം. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, നാസ്തികന്മാർ, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തകർ, സംഘികൾ ഒക്കെ പറയുന്നത് പോലെ മുശ്രിക്കുകളെ, കാഫിറുകളെ, നിഷേധികളെ ഒക്കെ കളയാനാണ് ഇസ്ലാം ഖുർആൻ കൽപ്പിച്ചിരുന്നതെന്നാണുള്ള അവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുർആൻ പറയേണ്ടിയിരുന്നത് എന്താണ്? ഈ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുശ്രിക്ക് നിന്നോട് അഭയം തേടിയാൽ ഫഖ്തുൽഹു, നീ അവനെ കൊന്നുകളയണം എന്നാണല്ലോ ഖുർആൻ പറയേണ്ടിയിരുന്നത്. ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയാണ് ഖുർആൻ പറയേണ്ടത്. പക്ഷേ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. അങ്ങനെ ആരെങ്കിലും അഭയം തേടിയിട്ടുണ്ടെങ്കിൽ നീ അവന് അഭയം നൽകണം. ഏതുവരെ അഭയം നൽകണം? എത്ര കാലം? അതിന് ഡേറ്റ് നിശ്ചയിക്കല്ല ചെയ്തിട്ടുള്ളത്. ഹത്താ യസ്മഅ കലാമല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഭാഷണം, ഖുർആൻ, അതിൻ്റെ ആശയം, അത് കേട്ട് മനസ്സിലാക്കാൻ എത്ര കാലം വേണമോ അത്രയും കാലം നൽകണമെന്നാണ്. അല്ലാതെ അതിന് ഡേറ്റ് നിശ്ചയിക്കുന്നില്ല, ഹ്രസ്വമായിട്ടുള്ളൊരു കാലഘട്ടം പറയണില്ല, ഒന്നും പറയില്ല. അങ്ങനെ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊന്നുകളയണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ അവരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കണം. എന്താ, ഖുർആന് അന്ന് വേണമെങ്കിൽ അവരെ കൊന്നുകളയാൻ പറയാൻ പിന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനെ പറ്റിയ സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. എന്നിട്ടും ഖുർആൻ പറയുന്നത് അവർക്ക് അവരെ അഭയസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഹിജ്റയുടെ 6-ാം ആണ്ടിൽ ഇവർ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടു. 10 കൊല്ലത്തേക്ക് യുദ്ധം വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ആ കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിച്ച് 2 കൊല്ലം കഴിഞ്ഞ് 8-ാമത്തെ കൊല്ലം, ഹിജ്റയുടെ 8-ാമത്തെ കൊല്ലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുന്നത്. ആ മക്ക കീഴടക്കുമ്പോൾ അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാവില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. എന്നിട്ട് ആ മക്ക കീഴടങ്ങി പിന്നെയും 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ അവധിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇതാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇത്രയും കാലം അവധി നൽകാം, ആ അവധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ഥലം വിട്ടോളണം, ഒന്നെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനാവില്ലെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കണമൊന്നുമില്ല, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം, വേറെ സുരക്ഷിത സ്ഥലത്തേക്ക് പോയിക്കൊള്ളണം. അങ്ങനെ നിങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് പോകാൻ സന്നദ്ധരുമല്ല, നിങ്ങൾ പശ്ചാത്തപിക്കാനും സന്നദ്ധരല്ലെങ്കിൽ അവിടെ നിങ്ങളെ കൊന്നുകളയും. അവരെ കൊന്നുകളയണം. കാരണം അവർ പഴയ ശത്രുത പിന്നെയും ഊതി വീർപ്പിക്കാനും അതിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അതിൽ പിന്നെ സംഘടിക്കാനും മറ്റുമൊക്കെ അത് കാരണമായി തീരും, അതിന് സാധ്യത ഉണ്ട്.
ആ സാധ്യത തടയുക എന്നതാണ് ഇവിടെ ഖുർആൻ അതിലൂടെ ചെയ്യണത്. ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം മസ്ജിദുൽ ഹറാം, കഅബ അടക്കമുള്ള മസ്ജിദുൽ ഹറാം, അതുപോലെ ആ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലം തൊട്ട് തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംവിധാനിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രദേശമാണ്. കഅബ അങ്ങനെയാണ്, മസ്ജിദുൽ ഹറാമും അങ്ങനെയാണ്. അവിടെ എന്തായിരുന്നാലും ശിർക്ക് അംഗീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ഈ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്ത് ഏത് രാഷ്ട്രവും ചെയ്യുന്നൊരു സംഗതി തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതെന്താണ്? ഏത് രാഷ്ട്രത്തെ നമ്മൾ എടുത്തു നോക്കിയാലും ഒരു രാഷ്ട്രത്തിലെ പൗരൻ, ഇപ്പോൾ ആധുനിക ജനാധിപത്യ മതേതര രാഷ്ട്രങ്ങളിൽ പോലും പൗരന്മാരൊക്കെ തുല്യരാണ്, എല്ലാവരും സ്വതന്ത്രരാണെന്നാണ് നമ്മൾ വകുപ്പ്. എന്നാൽ ഈ പൗരന്മാരെല്ലാവർക്കും രാഷ്ട്രത്തിൻ്റെ എല്ലാ സ്ഥലത്തേക്കും കടന്നു ചെല്ലാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടോ? അതോ പ്രത്യേകം ചില അനുവാദം വാങ്ങിയിട്ട് മാത്രമേ ചില പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂ എന്നുണ്ടോ? അങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് ഒരാൾക്ക്, അല്ലെങ്കിൽ നിയമസഭ, അതിലേക്ക് ഒരാൾക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റും. അവർക്ക് അവിടെ കടന്നു ചെല്ലണമെങ്കിൽ പാസ് വേണം. പാസ്സില്ലെങ്കിൽ അവർക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ അതിന് പാസ് വേണമെങ്കിൽ അതിന് ചിലരെ ശുപാർശ വേണ്ടി വരും. ആ ശുപാർശ അനുസരിച്ച് അയാൾക്ക് പാസ് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ പട്ടാള ക്യാമ്പുകൾ, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ആയുധ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, എന്തിനേറെ നമ്മുടെ നാട്ടിലുള്ള ഫോറസ്റ്റുകളിൽ പോലും ആ രീതിയിൽ കടന്നു ചെല്ലാൻ ആർക്കും അനുവാദമില്ല എന്നുള്ളതാണ്. അനധികൃതമായിട്ട് ആരെങ്കിലും കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാം. ഒന്നുകിൽ അയാളെ പേരിൽ കേസെടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ വെടിവെച്ച് കൊല്ലും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആൻ കഅബയുമായി മക്കയുടെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ഒരു നിയമം നിർണയിച്ചിട്ടുണ്ട്. അവിടെ ഹജ്ജ് എന്ന് പറയുന്നത് കഅബയുടെ ചുറ്റും നടക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിൻ്റെ 5ാമത്തെ സ്തംഭമായിട്ടുള്ളൊരു ഇബാദത്താണ്. അത് ഇതുവരെ ചെയ്തു പോന്നിരുന്ന, അതായത് അംറുൽ ഹജ്ജ് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് വിഗ്രഹ പൂജ തുടങ്ങിയതിന് ശേഷം മുതൽക്ക് ഹിജ്റയുടെ 9ാമത്തെ വർഷം ഈ ആയത്തുകൾ ഓതി കേൾപ്പിച്ച ആ വർഷം കൂടി നടന്നിട്ടുള്ള ശിർക്ക് പരമായിട്ടുള്ള ആരാധനാ രീതികൾ, അതുപോലെ തന്നെ തുണി ഉരിഞ്ഞുള്ള തവാഫ്, ഇതൊന്നും ഇനി മേലിൽ അവിടെ അനുവദിക്കൂല എന്നുള്ളത് കട്ടായമായിട്ട് പറയാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. കാരണം ഇത് ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾക്കും ആഭാസങ്ങൾക്കും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധാനമല്ല, സജ്ജീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമല്ല. ഈ മസ്ജിദുൽ ഹറാമും കഅബയും സംവിധാനിച്ചിട്ടുള്ളത് ഇത്തരം ആഭാസങ്ങൾക്ക് വിരുദ്ധമായി പൂർണ്ണമായും തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും മാന്യമായിട്ടുള്ള രീതിയിൽ ആരാധനകൾ, ഇബാദത്തുകൾ നടത്താൻ, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടത്താൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ്. അവിടെ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ പറ്റൂല എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ശിർക്കും കുഫറുമായിട്ട് അവിടേക്ക് കടന്നു വരാനും പറ്റൂല. അതുകൊണ്ട് ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകൾക്ക് അവർക്ക് വേറെ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കാം, സുരക്ഷിതമായിട്ട് ജീവിക്കാം. അതിന് ഇസ്ലാം അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണമുണ്ട്. അതുകൊണ്ടാണ് അബലിഹു മനഹു, അവൻ്റെ സുരക്ഷിത സ്ഥാനത്ത് അവൻ എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ഈ സുരക്ഷിത സ്ഥാനം എന്ന് പറയുന്നത് പോലും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തന്നെ അതിരത്തിൻ്റെ ഉള്ളിലാവാം, അതിൻ്റെ പുറത്തേക്ക് പോകണമെന്നൊന്നുമില്ല. കാരണം ഇസ്ലാമിക രാഷ്ട്രത്തിൽ തന്നെയുള്ള എല്ലാ മുശ്രിക്കുകളെയും കൊന്നുകളയാന്നുള്ളത് ഇസ്ലാം നിർണയിച്ചിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിന് ശേഷവും ദിമ്മിജുകൾ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഈ ദിമ്മിജുകൾ മുസ്ലിങ്ങളായിരുന്നില്ല, അവർ അമുസ്ലിങ്ങളായിരുന്നു. ഇസ്ലാമിൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞുകൂടുന്ന അമുസ്ലിങ്ങൾ. അവർ ശിർക്ക് ചെയ്തിരുന്നു, അവർ കുഫ്റാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെയാണ് അവർ ജീവിക്കാൻ വിട്ടിട്ടുള്ളതെന്ന് മാത്രമല്ല,
അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖതല ദിമ്മിയ്യൻ ഖതൽനാഹുന, ഒരു ദിമ്മിയ്യനെ ഇസ്ലാമിൻ്റെ സംരക്ഷണയിലുള്ള ഒരു അമുസ്ലിമിനെ കൊന്നാൽ നമ്മൾ അവനെ കൊല്ലും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാഫിറിനെയും കൊല്ലണം എന്നാണെങ്കിൽ പിന്നെ നബിയാ പറയുന്നതിന് ഒരർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇസ്ലാമിനെതിരിൽ ഇവരുന്നയിക്കുന്ന കേവലം ഒരു ആരോപണമാണ്. ആ ആരോപണം അവരിങ്ങനെ ആരോപിച്ചു കൊണ്ടിരിക്കും. ഖുർആനോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഇസ്ലാമോ അതിന് ഉത്തരവാദിയല്ല. ഇസ്ലാമിൻ്റെ പേരിൽ അവർ കെട്ടിച്ചമക്കുന്ന കള്ളപ്രചരണം മാത്രമാണ് ഇത്. യഥാർത്ഥത്തിൽ ഈ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആളുകളെ എന്തിൻ്റെ പേരിൽ കൊല്ലണം, എപ്പോൾ കൊല്ലണം എന്നുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ, സത്യസന്ധമായിട്ടാണ് അവരെ മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ആക്ഷേപം ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അടർത്തിയെടുത്തിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കേണ്ട കാര്യമല്ല. കാരണം അവരെന്താണോ ഉദ്ദേശിച്ചത് അത് പറഞ്ഞിട്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഉന്നം. അതവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു സത്യസന്ധതയില്ല. സത്യസന്ധത സ്വീകരിക്കണം എന്ന് അവർക്ക് നിർബന്ധവുമില്ല. കാരണം അവർ സ്വതന്ത്ര ചിന്തകരാണ്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തെറി പറയുകയും പിന്നെ അതിനെ വിമർശിക്കുകയും ചെയ്യുക, അതിനെ ജനങ്ങളുടെ മുമ്പിൽ വഷളാക്കി കാണിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവരൊരിക്കലും മറ്റൊരു മതത്തെ വിമർശിക്കാറില്ല. ഇസ്ലാം മാത്രമാണ് അവരുടെ ഉന്നം. അതും അതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. എന്തുകൊണ്ട് ഇസ്ലാം ഈ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികൊള്ളുന്ന മതങ്ങൾ ഇവിടെ എമ്പാടുമുണ്ട്. ആ മതങ്ങളെ ഒന്നും തൊടാതെ ഇസ്ലാമിനെ മാത്രം ഇവർ വിമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്? അത് വളരെ വ്യക്തമാണ്. ഇസ്ലാമാണ് അവരുടെ ഉന്നം എന്നതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനവർക്ക് കയ്യടി മാത്രമല്ല, വേറെ പലതും അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടാനും ഒരിക്കലും അവർ ഒരുങ്ങുകയില്ല എന്നുള്ളതാണ് വസ്തുത.